പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, നമ്മുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകണമെങ്കിൽ നാം എന്തു ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ അധികവും കൂട്ടുകുടുംബ വ്യവസ്ഥിതി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പരക്കെ പോയി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അണുകുടുംബങ്ങളാണ്. അണുകുടുംബം എന്ന് പറയുന്നത് ഭാര്യ, ഭർത്താവ്, ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി. അത് ഒരു ചെറിയ ഒരു കുടുംബത്തിനെയാണ് അണുകുടുംബം എന്ന് നമ്മൾ പൊതുവെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ അല്ലെങ്കിൽ വഴക്കുകൾ അല്ലെങ്കിൽ കുട്ടികൾ പരസ്പരമുള്ള വഴക്കുകൾ, ഇതെല്ലാം തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നേരം കിട്ടാറില്ല. കാരണം പഴയതുപോലെയല്ല, ഭാര്യ ഭർത്താക്കന്മാർ 2 പേരും അധ്വാനിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാളുടെ വരുമാനം മാത്രം പോരാ എന്നിരിക്കെ നമ്മളുടെ നിത്യജീവിതത്തിൻ്റെ ചിലവുകൾ വളരെ വലുതാണ് എന്നിരിക്കെ 2 പേരും അധ്വാനിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ വരുമാനം ആർജിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു കാലഘട്ടമാണ് ഇത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സന്തോഷത്തിന് സമാധാനത്തിന് ഒന്നും പ്രാധാന്യമില്ലാതെ പോകുന്ന സന്ദർഭങ്ങളാണ് ഒരുപാട്. അപ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് പുറമേ നിന്ന് ആരും തന്നെ സന്തോഷം കൊണ്ടുവരികയില്ല. നമ്മുടെ കുടുംബത്തിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ അടങ്ങിയ ഈ അണുകുടുംബത്തിൽ സന്തോഷമുണ്ടാകണമെങ്കിൽ ഈ ടീം, വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും 4 പേരാണെങ്കിൽ ആ 4 പേരും ഒരേപോലെ വിചാരിക്കണം. അതായത് അച്ഛനമ്മയോട് എപ്രകാരം സൗമ്യമായി സംസാരിക്കണം എന്നുള്ള അത് മക്കൾ അറിഞ്ഞിരിക്കണം, മക്കൾക്ക് ബോധ്യമായിരിക്കണം. അതുപോലെ മക്കളോട് എത്തരത്തിൽ സൗമ്യമായും സന്തോഷമായും തിരിച്ചും പ്രതികരിക്കണം, അല്ലെങ്കിൽ അവരോട് എങ്ങനെ ഇടപെടണം എന്നുള്ളത് ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും പൂർണ്ണ ബോധ്യമുണ്ടാകണം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പോലെ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന മക്കളല്ല ഇന്നത്തത്. അതുപോലെ തന്നെയാണ് അച്ഛനും അമ്മയും. അത്രത്തോളം മെച്യൂർഡല്ല. എന്തെങ്കിലും പറഞ്ഞ് ഒരു വഴക്കുണ്ടാക്കിയാൽ സമാധാനം പറയാൻ നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥയിലെ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ അമ്മാവന്മാരോ വേറെ പെങ്ങന്മാരോ നാത്തന്മാരോ അങ്ങനെ ആരുമില്ലാത്തൊരവസ്ഥയിൽ ഈ കുട്ടികൾക്ക് സമാധാനവും സന്തോഷവും നൽകേണ്ടത് ഈ പാരൻറ്റ് തന്നെയാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു ടീം വർക്കാണ്. കുടുംബമെന്ന ടീം വർക്കിൽ കൂടുമ്പോൾ ഇമ്പമുണ്ടാകണമെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ തീരുമാനിക്കണം. അവർ തന്നെ ശ്രമിച്ചാൽ മാത്രമേ അവരുടെ കുടുംബത്തിന് സന്തോഷവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. ഒരു കാര്യം, കുടുംബത്തിൽ ഏതൊരു കുടുംബത്തിലായിക്കൊള്ളട്ടെ, ശബ്ദമുയർത്തി സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിൻ്റ്. സൗമ്യമായി കാര്യങ്ങൾ, ഒരാളെ ചീത്ത പറയുന്നതായാലും അദ്ദേഹത്തിന് മാത്രം കേട്ടാൽ മതി, അയൽവാസികളെ കേൾപ്പിക്കണമെന്നില്ല. സൗമ്യമായി നമ്മൾ കാര്യങ്ങൾ പറയുന്നതാണ് ഏറ്റവും നല്ലത്. സൗമ്യമായി സംസാരിക്കുമ്പോൾ ഹൃദയത്തിലേക്ക് ആ കാര്യങ്ങൾ പരസ്പരം ഉൾക്കൊള്ളുവാൻ കഴിയുകയും പറയുന്നവനും കേൾക്കുന്നവനും സന്തോഷമുണ്ടാവുകയും കൂടുമ്പോൾ ഇമ്പമുണ്ടാകുകയും കുടുംബം എന്നുള്ളത് മഹത്തായ ഒരു കാര്യമായി അനുഭവപ്പെടുകയും ചെയ്യും. മറ്റൊരു വീഡിയോയുമായി പിന്നീടൊരവസരത്തിൽ കാണാം. ഓക്കെ.